Hi guys, so welcome back to another day in my life. കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് എന്നും പറയുന്ന എക്സ്ക്യൂസ് പറഞ്ഞ് തന്നെ ഈ വീഡിയോ തുടങ്ങാം. സമയം കിട്ടാറില്ല, ഭയങ്കര തിരക്കുള്ള ഡ്യൂട്ടി ഷെഡ്യൂളാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ വീക്കിലി 2 to 3 ടൈംസ് വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്കിപ്പോൾ തീരെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ ഫേക്ക് പ്രോമിസസ് പറഞ്ഞിട്ട് തുടങ്ങണില്ല. ഞാൻ എന്തായാലും എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. അത്രമാത്രം പറയാൻ പറ്റുള്ളൂ. കാരണം അതല്ലാതെ ഞാൻ ചെയ്തിരിക്കും എന്നൊന്നും പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഡേ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസി ഡേ ആണ്. എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. കാരണം അതല്ലാതെ ഒന്നും പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും കാണിക്കാനില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്ന് നമ്മളുടെ ഹോസ്പിറ്റലിലെ ആനുവൽ പാർട്ടിയാണ്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കഴിഞ്ഞ കൊല്ലത്തെ ആനുവൽ പാർട്ടിയുടെ ദിവസം അന്നാണ്, സെയിം ഡേ ആണ് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ആനുവൽ പാർട്ടിയുടെയും സെയിം ഡേ തന്നെയാണ് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. എല്ലാം ലാസ്റ്റ് മിനിറ്റ് ആയിപ്പോയി. നേരത്തെ പറഞ്ഞ പോലെ തിരക്കുള്ള ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ സമയം കിട്ടാറില്ല. സിറ്റി സെൻറ്ററിലാണ് പോകുന്നത്. സോ ഒരുപാട് ഇനി പറഞ്ഞ് ഇതാക്കണ്ട. അപ്പോൾ നമ്മളുടെ പ്ലാൻ വേറെ ഒന്നുമല്ല, ഡ്രസ്സ് എടുക്കുക, ചെറിയ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. സമയം കിട്ടുവാണെങ്കിൽ ഗ്രോസറി ഷോപ്പിങ്ങിന് കയറുക. തിരിച്ചു വന്നിട്ട് ഒരു 6 o'clock ഒക്കെ ആകുമ്പോൾ പാർട്ടിക്ക് പോകണം. അപ്പോൾ അതുവരെയുള്ള ഇൻട്രോ ഇവിടെ പറഞ്ഞിവിടെ നമുക്ക് നിർത്താം. ഞാൻ ഈ സ്കേർട്ട് കയ്യിലെടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് ട്രയൽ ചെയ്ത് നോക്കണമെങ്കിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോയിൽ എവിടെ നമുക്ക് സംസാരിക്കണം എന്നല്ല അറിയില്ല. ചിലപ്പോൾ ഐ കോണ്ടാക്ട് തെറ്റായിരിക്കും കേട്ടോ. എനിക്ക് ഞാൻ ഇത്രയും ടച്ച് കിട്ടി പോയ പോലെ. ഞാനിത് കയ്യിലെടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ട്രയൽ ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഡ്രസ്സിന് മാച്ച് ആവണുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതെടുക്കണം. ദെൻ വാട്ട്, ചിലപ്പോൾ എനിക്ക് കംപ്ലീറ്റ് മൂഡ് മാറിയിട്ട് ഞാൻ വേറെ ഡ്രസ്സ് എടുത്തിട്ട് വരും. ഇത് ഇടില്ല. എല്ലാം അവിടെ ചെന്നിട്ട് എൻ്റെ മൈൻഡ് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. ഹലോ, നോക്ക്, റെഡിയാണോ? ഞാൻ ഇത്ര കംഫർട്ടബിൾ കാഷ്വൽ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട്, പാർട്ടി ഔട്ട്ഫിറ്റ് ഇട്ടിട്ടാണ് ഹാല വരുന്നത് അല്ലേ? ഹാലയ്ക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം. ഓക്കെ ആണോ? പോവാം. ഓക്കെ, വെൽക്കം. താങ്ക് യു. അതാരാ? എനിക്കിങ്ങനെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എപ്പോഴും കൂടെ ഒരാൾ വേണം. ഈ ഒറ്റയ്ക്ക് നടന്ന് ഷോപ്പ് ചെയ്യുന്ന എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് തീരെ ഇല്ലാത്ത ആളാണ്. പലർക്കും പല ഒപ്പീനിയൻസ് ആയിരിക്കും. പക്ഷെ എനിക്കെപ്പോഴും കൂടെ ഒരാൾ സജഷൻസ് പറയാനും ഒക്കെ ഉള്ളതാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ ഇന്നിപ്പോൾ പോകുമ്പോൾ കൂടെ ആരുമില്ല, ഞാനും ഹാലയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോയി നോക്കാം. സമയവും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഷോപ്പിംഗ് കമ്പാനിയൻ ഹാലയാണ്. എന്താക്കുന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഭയങ്കര പ്രശ്നമാക്കും, ചില ദിവസങ്ങളിലെന്നാൽ ഭയങ്കര നീറ്റായിട്ടുള്ള കുട്ടിയായിട്ടിരിക്കും. ഇന്നത്തെ ദിവസം എങ്ങനെയാവും നോക്കാം. നമ്മൾ പോകുന്ന സിറ്റി സെൻറ്ററിലൊക്കെ ആണ് കേട്ടോ. സിറ്റി സെൻറ്ററിലാവുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളടത്ത് മാറി മാറി കയറി നോക്കാം. സമയവും ഇഷ്ടം പോലെ ഉണ്ട്. സമാധാനമായിട്ട് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഞാനും ഹാലയും കൂടെ സിറ്റി സെൻറ്ററിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു അന്നും ഒരുമിച്ച് പുറത്തു പോയത്. അപ്പോൾ അന്ന് ഹാല നല്ല കുട്ടിയായിട്ടിരുന്ന്. ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടോ. കാരണം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര ടയേർഡായി. അവൾക്ക് ഞാനൊരു കാറൊക്കെ എടുത്തു കൊടുത്തു. കാരണം എനിക്ക് എടുത്തിട്ടും
നടക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്ത് നോക്കി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതും ബോറടിച്ച് ഞാൻ നേരെ ബില്ലുവിനെ വിളിച്ചിട്ട് ഡേ കെയറിൽ ആൻറ്റീൻ്റെ അടുത്തേക്ക് കുറച്ച് നേരം, അതായത് ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് തീരുന്ന വരെ ആക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഹാലാനെ ബില്ലുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, കാരണം എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഈ ഒരു ഡ്രസ്സാണ് ഞാനൊരു 3 hours ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ച് സ്റ്റെക്ക് അടിച്ച് ചെയ്യുന്നൊരു ഡ്രസ്സ്. വേഴ്സ് പാർട്ട്, ഇതുവരെ എനിക്കൊരു ഡ്രസ്സും കിട്ടിയില്ല. ഞാൻ ഒന്നും തന്നെ വാങ്ങിച്ചില്ല. ഇന്നത്തോടെ ഒരു കാര്യം എനിക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലായി. എനിക്ക് ഒറ്റയ്ക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള കഴിവില്ല. എൻ്റെ കൂടെ ആരെങ്കിലും വന്നാലേ എനിക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പെർഫെക്റ്റായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ മടുത്ത പോലെ ഒരു ഷോപ്പിംഗ് ഡേ ഇതുവരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഒരു 4 മണിക്കൂർ ഇത്രയും വലിയൊരു സിറ്റി സെൻറ്ററിൽ പോയിട്ട് ഒരു ഡ്രസ്സ് പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന്. ചിലപ്പോൾ ഓവറായിരിക്കും, പക്ഷെ എനിക്ക് കിട്ടിയില്ല. 3 hours എങ്കിലും സിറ്റി സെൻറ്ററിൽ പോയി കറങ്ങിയിട്ട് ഒരു ഡ്രസ്സ് പോലും വാങ്ങിക്കാൻ തിരിച്ചു വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി സെൻറ്ററിൽ ഇപ്പം അത്യാവശ്യം ഷോപ്പുകൾ എവിടെ ഇരിക്കുന്നതെന്ന് പറയാൻ എനിക്കറിയാം. കാരണം അത്ര പ്രാവശ്യം ഞാൻ അത്ര റൗണ്ട് അടിച്ച് നടന്നിട്ടുണ്ട്. ഷോപ്പിംഗ്, അതായത് സോളോ ഷോപ്പിംഗ് മടുത്തു പോയൊരു ദിവസമായിരുന്നു ഇന്ന്. നമ്മുടെ എപ്പോഴും യൂസ് ചെയ്യുന്ന സെറാവിൻ്റെ തന്നെയല്ല ഫേസ്. സോ ഫേസ്റ്റ് നമ്മുടെ ബേസ് മോയ്സ്ചറൈസറാണ്. ഞാൻ കുറേ നാളെ ഒരു മേക്കപ്പ് ലുക്കൊക്കെ ചെയ്തിട്ട്, മേക്കപ്പ് ലുക്കൊന്നും ചെയ്യാനില്ല, എപ്പോഴും റിപ്പീറ്റഡ്ലി സെയിം തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഇപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുണ്ട്. അറിയില്ല എന്താവുന്നു, പക്ഷെ എന്തെങ്കിലും ആവാന്ന് വിചാരിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസറാണ്. സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല, സോ അതുകൊണ്ട് ഞാനിപ്പോൾ സൺസ്ക്രീൻ ഇടുന്നില്ല. ഇനി ഞാൻ നമ്മുടെ മാൾസിൻ്റെ ബേബി ഫൗണ്ടേഷനാണ്. ഷെയ്ഡ് വന്നിട്ട് 03 മീഡിയം ആണ്. അതെൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ്. ഇനി ഞാനൊരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് നമ്മുടെ ഫേസിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ നല്ലോണം ഈസിലി ബ്ലെൻഡ് ആവും. ഞാനീ പറയുന്ന ഒന്നും പെർഫെക്റ്റ് അല്ല, ഞാൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. അതല്ലാതെ ഇത് പ്രൊഫഷണലി ഇങ്ങനെയൊന്നും അല്ല, പക്ഷെ എനിക്ക് ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനി കുറച്ചൊരു 2 minutes വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് ലിപ് ബാമും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടിരിക്കാം. ഇനി എനിക്ക് തീരെ അറിയില്ലാത്ത കാര്യമാണ് ഐ ഷാഡോ ചെയ്യാനായിട്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ടോ. ഞാനപ്പോൾ ഇന്ന് വൈറ്റ്, ഗ്രീൻ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇന്ന്. എനിക്കെപ്പോഴും ഐ ഷാഡോ ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും ന്യൂഡ് എന്തെങ്കിലും ചെറുതായിട്ട്. എനിക്കൊരു വലിയ ഐ ഷാഡോ എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറുമില്ല. ലൈൻ ചെയ്യാൻ ഫോർ ബ്ലഷ് ഞാൻ റയൽ ബ്യൂട്ടിയുടെ, ഇതൊക്കെ എനിക്ക് വീഡിയോസ് എപ്പോഴും കാണുന്നവർക്ക് അറിയായിരിക്കും. ഇതൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് എൻകറേജ് ആണ് കേട്ടോ. ഞാനിതിൻ്റെ ലിപ് ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലിപ് ലൈൻ ചെയ്യാണ്. ഇത് സെയിം ബോളിൻ്റെ തന്നെ ലിപ് ലൈനറാണ്. അപ്പോൾ പിന്നെ ഷെയ്ഡ് മാച്ച് ആവാണ്ടിരിക്കൊന്നുമില്ല, ഷെയ്ഡ് എനിക്ക് ചേർന്നാൽ മാത്രം മതി. കണ്ടിട്ട് എനിക്ക് കറക്റ്റ് ഷെയ്ഡാണെന്ന് തോന്നണം. പെർഫെക്റ്റ് ഷെയ്ഡ്. ഈ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ നോക്കി നടന്നത്. എനിക്ക് കറക്റ്റ് കിട്ടി.
ഹാപ്പി. വേറെ ഒന്നും വേണ്ട. കാരണം എനിക്ക് ഈ ഒരു ഷെയ്ഡിന് വേണ്ടി ഞാൻ കുറേ നോക്കി നടന്നു. ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് ഈ ഷെയ്ഡാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. കുറച്ച് ന്യൂഡായിട്ട് ബ്രൗണിഷ് ന്യൂഡായിട്ടിരിക്കണം. തീരെ പിങ്കി ന്യൂഡ് ലിപ്സ്റ്റിക്സ് എനിക്ക് ചേരാറില്ല. ഇതെനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇനി എന്തായാലും ഒരു വഴിക്ക് പോകണം, ജസ്റ്റ് ഒന്ന് ഓവറാക്കി നോക്കാം. ഇത് മാക്കിൻ്റെ തന്നെ ഒരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ലിപ് ഗ്ലോസ് ഫാനല്ല, എനിക്കെപ്പോഴും എനിക്കെപ്പോഴും മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഇഷ്ടം. പക്ഷെ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. അങ്ങനെ ഈ ഒരു അബായാണ് ഞാൻ ഇട്ടത്. വേറെ ഒന്നുമല്ല, എനിക്ക് വേറെ ഒന്നും ഒരു അന്നത്തെ ഒക്കേഷനിലേക്ക് ഇടാൻ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. പിന്നെ എനിക്ക് ഷോപ്പിങ്ങിന് പോയപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും തന്നെ ഇഷ്ടമായില്ല. അപ്പോൾ പുതിയത് വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും വാങ്ങിക്കണമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും ഈ അബായ ഞാൻ ഇട്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ ഇട്ടത്. പ്രോഗ്രാം ഇന്ന് വച്ചിട്ടുള്ളത് റാഡിസൺ ബ്ലൂവിലാണ്. ഇത് നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ആനുവൽ പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇയർലി ആകെ ഒരു പ്രോഗ്രാമായിട്ടാണ് ഇവർ വയ്ക്കുന്നത്. അതിലായിരിക്കും ആ ഇയറിൽ നമ്മുടെ ഹോസ്പിറ്റലിന് കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും അവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമായിരുന്നു. നമുക്ക് ഇതിൻ്റെ സ്മെല്ല്, നമ്മൾ ലിഫ്റ്റിൻ്റെ സ്മെല്ല് അല്ല എവിടെ പോണോ? വണ്ടിയിൽ പോണോ? വണ്ടിയിൽ ഇവിടെ ചെളി. അയ്യോ ഓ അല്ല പോലെ എവിടെ പോണോ? ഓക്കെ ഈ ഒരു ക്ലിപ്സിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇത് ഞാൻ ചുമ്മാ റാൻഡമായിട്ട് എടുത്ത കുറച്ച് ക്ലിപ്സാണ്. നമ്മൾ ചുമ്മാ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. കുറേ നാളായി ഇത്രയും നല്ലൊരു ക്ലൈമറ്റിൽ ഒരു ഡ്രൈവ് ചെയ്തിട്ട്. ഇപ്പോൾ ഇവിടുത്തെ സീസണൊക്കെ കംപ്ലീറ്റ്ലി മാറി, വിൻ്റർ സീസൺ ആയി തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ അന്നത്തെ ക്ലൈമറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു. ഈ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ ബഹ്റൈനിൽ ഡിസംബർ മന്ത് എന്ന് പറയുന്നൊരു കംപ്ലീറ്റ് സെലിബ്രേഷനാണ്. എന്തൊക്കെയാണെന്ന് പറയാം. നോർമലി ഡിസംബർ എന്ന് പറയുമ്പോൾ ക്രിസ്മസ് വരുന്നുണ്ട്, പിന്നെ ന്യൂ ഇയറിൻ്റെ ഒരു വെൽക്കമിങ് വരുന്നുണ്ട്, പ്ലസ് ഡിസംബറിലാണ് നമ്മുടെ ബഹ്റൈൻ നാഷണൽ ഡേ. അപ്പോൾ അതുകൊണ്ട് ബഹ്റൈനിൽ ഡിസംബർ മന്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ് സെലിബ്രേഷൻ. സോ എവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും റെഡ് ആൻഡ് ഗോൾഡൻ കളർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്, ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ബഹ്റൈനിനെ കാണാൻ പറ്റുന്ന ഒരു മന്താണ്. സോ ഞങ്ങൾ പോയി ജല്ലാക് സ്പ്രിങ്സിലെത്തി. അവിടെ കുറച്ച് നേരം ഹാലാനെ കളിപ്പിച്ച് ജുമാമിയിൽ കയറി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ജുമാമിയിൽ കയറുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന കോക്കനട്ട് സ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലേവറാണ്. നമുക്ക് വീണ്ടും തിരിച്ചു പോയി ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യണം എന്ന് തോന്നുന്ന അങ്ങനത്തെ ഒരു സ്റ്റോറാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നേരെ തിരിച്ച് റൂമിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ബാക്കി അടുത്ത വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ കൂടെ കാണാം. Until then, see you all in the next video. Take care and bye-bye.